ഇതൊരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? വളരെ പെട്ടെന്ന് പിരിച്ചുവിടണം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും ഒരുപാട് ഉപദേശങ്ങൾ, ഞാൻ ഏകദേശം ഒരു 12 മണി മുതൽ ഇവിടെ ഉണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടു. ഇനി കൂടുതലൊന്നും സംസാരിക്കാല്ല. നമ്മളൊക്കെ മുജാഹിദുകളാണ് അല്ലേ? മുജാഹിദുകളല്ലേ? MSMകാരാണ്. MSM എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ്. MSM, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്, ചലിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നാണ് MSM എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളൊക്കെ മുജാഹിദുകളായതുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കണ്ട, എല്ലാവരും കൂടെ ശ്രദ്ധിക്കണം. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് നിങ്ങൾ പോകണം. നമ്മൾ മുജാഹിദുകളായതുകൊണ്ട് നമുക്ക് എന്താ ലഭിക്കുക? എന്താ ലഭിക്കുക? എന്താണ്? ഒരാൾ പറയും. നമ്മൾ മുജാഹിദുകളായി. ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ മുജാഹിദുകളാണ് നമ്മൾ മുജാഹിദുകളായതുകൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുമെന്നൊരു ഉത്തരം നമ്മളെടുത്തുണ്ടാവും. ഇല്ലേ? ഉണ്ട്. എന്നാൽ ഈ സ്വർഗം ലഭിക്കുന്നതോടുകൂടെ തന്നെ നമ്മൾ നല്ല മനുഷ്യരായി ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്, ഈ ലോകത്ത് നമുക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആഘോഷത്തോടെ, വളരെ സമാധാനപരമായി ജീവിക്കാൻ കഴിയുമെന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നമ്മൾ മുസ്ലിമായി എന്നതിലൂടെ, നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി എന്നതിലൂടെ, പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നു എന്നതിലൂടെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നു എന്നത് മാത്രമല്ല, ഈ ലോകത്ത് ഈ സന്ദേശം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും. മുജാഹിദായി കഴിഞ്ഞാലുള്ള ഒരു ലാഭം ഞാനൊരു ഉദാഹരണ സഹിതം നിങ്ങളോട് പറയാം. കുറച്ച് മുൻപ് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി എന്ന പ്രദേശത്ത്, അവിടെ അമ്പലപ്പടി എന്ന് പറയുന്ന പ്രദേശത്ത് സെയ്ദ് എന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു. ഈ സഹോദരൻ മരണപ്പെട്ടതിന് ശേഷം ഈ സഹോദരൻ്റെ ഭാര്യ, 19 വയസ്സുള്ള ഒരു മകൻ, 17 വയസ്സുള്ള ഒരു മകൾ, 12 വയസ്സുള്ള ഒരു മകൻ, 4 ആളുകൾ തങ്ങളുടെ ഉപ്പയെ, തൻ്റെ ഭർത്താവിനെ 3 മാസം മരണപ്പെട്ടതിന് ശേഷം ആ വീട്ടിൽ അവിടെ കിടത്തി. 3 മാസം 90 ദിവസം. എന്താ സംഭവിക്കുക? നമുക്കറിയാലോ എന്താ സംഭവിക്കാന്നല്ലേ. എന്തിനാ കിടത്തിയത് അറിയോ? അതിൽ നമ്മുടെ ഉമ്മാനെ തൽക്കാലം ഒഴിവാക്കാം. പക്ഷെ നമ്മളൊക്കെ മുജാഹിദുകളായ 19 വയസ്സുള്ള എത്ര ആളുകളോടെ ഉണ്ട്? 19 വയസ്സിന് താഴെയുള്ളവര്, 17 വയസ്സിന് മുകളിലുള്ളവർ, ആ 2 പ്രായം എടുക്കാം. അപ്പൊ അവരോട് ഒരു ഉസ്താദ് ചെന്ന്, ഒരു തങ്ങൾ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ ബാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാലും ഈ ബാപ്പയുടെ റൂഹ് തിരിച്ചു വരും, അതുകൊണ്ട് നിങ്ങൾ ബാപ്പയെ ഖബറടക്കരുത്. അങ്ങനെ ഈ ബാപ്പയുടെ റൂഹ് തിരിച്ചു വരും എന്ന വിശ്വാസത്തോടെ 19 വയസ്സുള്ള, 17 വയസ്സുള്ള, 12 വയസ്സുള്ള 3 മക്കളും ഭാര്യയും 3 മാസത്തോളം ആ വീടിൻ്റെ ഉള്ളിൽ അത് വെച്ചു. പോലീസുകാർ ഇവരെ കുറിച്ചൊരു വിവരമൊന്നുമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ സുജൂദ് കിടക്കണം, അനങ്ങാതെ. കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ട് അവിടെ. ചില സമയത്ത് ഇവർ ചെന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. ഞാനിത് പറഞ്ഞെന്തിനാ നിങ്ങൾ? നമ്മുടെ ബാപ്പ മരണപ്പെട്ടു, ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു, നമ്മുടെ വീട്ടിലേക്കൊരു വേഷധാരി വന്ന് നിങ്ങളുടെ ബാപ്പ മരിച്ചാലും നിങ്ങളുടെ ബാപ്പയുടെ റൂഹ് തിരിച്ചു വരും എന്ന് ഏതെങ്കിലും ഒരു ഉസ്താദ്, ഒരു ശൈഖ്, ഒരു വലിയ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഇല്ല. എന്തുകൊണ്ട്? മുജാഹിദായതുകൊണ്ട് വേറൊന്നുമല്ല. നമ്മൾ മുജാഹിദുകളുടെ മക്കളായതുകൊണ്ട്, നമ്മൾ MSMകാരായതുകൊണ്ട്,
ഒരു ഉദാഹരണം കൂടി പറയാം. കൊല്ലം ജില്ലയിൽ ഹസീന എന്നു പേരുള്ള 25 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവൾക്ക് ചെറുപ്പം മുതലേ ഒരു അപസ്മാരത്തിന്റെ രോഗമുണ്ട്. ഒരുപാട് ചികിത്സകൾ പിതാവ് നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഉസ്താദ് വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകളുടെ ഈ അപസ്മാരം എന്നത് ജിന്ന് ശരീരത്തിൽ കൂടിയതാണ്, ഞാനത് ഇറക്കിത്തരാ, പക്ഷെ എൻ്റെ കൂടെ ഒരാൾ വേണമെന്ന് പറഞ്ഞു. കൂടെ നിന്ന് കൊടുത്തത് ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന സഹോദരൻ. 3 ദിവസം റൂമിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. മൂന്നാമത്തെ ജിന്നിറക്കാൻ വേണ്ടിയിട്ട് മർദ്ദിക്കൻ. 3-ാമത്തെ ദിവസം അത് മരിക്കാന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു അറിയോ? ഈ പുരോഹിതൻ ഇത് സഹോദരന്റെ തലയിലിടണം, സഹോദരനാണ് കൊന്നതെന്ന് വരുത്തി തീർക്കണം. സഹോദരനോട് പറഞ്ഞു, ഞാനൊരു സോഡ കുപ്പി തരും, ഞാൻ ഊരക്ക് ചവിട്ടും, മൂക്കിന്റെ ഭാഗത്താണ് ജിന്നുള്ളത്, ജിന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സോഡ കുപ്പി ഇങ്ങനെ അമർത്തി വെക്കണം എന്ന് പറഞ്ഞു. സഹോദരൻ അമർത്തി വെച്ചു. തൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് അവസാനം ഒരു ശ്വാസമെടുക്കാൻ പോലും സ്വാതന്ത്ര്യം നൽകാതെ ആ പെൺകുട്ടി മരണപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഒരു ഉസ്താദ് വന്ന്, ഒരു തങ്ങൾ വന്ന്, ഒരു പുരോഹിതൻ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യോ? ഇല്ല. കാരണം എന്താ? മുജാഹിദായതുകൊണ്ട്. അപ്പോൾ മുജാഹിദായി എന്നത് വലിയ സൗഭാഗ്യമാണ്, മുജാഹിദായി എന്നത് വലിയ അനുഗ്രഹമാണ്, MSM-കാരനാകുന്നു എന്നത് വലിയ അനുഗ്രഹമാണ്. ഇസ്ലാം ദീൻ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു എന്നത് പരലോകത്ത് സ്വർഗം ലഭിക്കാൻ മാത്രമുള്ള ഒരു കാര്യമല്ല, ഇവിടെ നമുക്ക് സമാധാനത്തിനും കൂടിയാണ്, ഇവിടെ നമുക്ക് സന്തോഷം ലഭിക്കാൻ കൂടിയാണ്. എന്ത്? നമ്മൾ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. പരലോകത്ത് സ്വർഗം വേണം, ഇവിടെ സമാധാനവും വേണം. ഉറപ്പല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പണ്ട് MSM-ലൊക്കെ ഉണ്ടായിരുന്നു. 17 വയസ്സുവരെ അവൻ നല്ല കുട്ടിയായിരുന്നു. സലീം എന്നാണ് അവൻ്റെ പേര്. ഞാനിതിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ഈ സംസാരം പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ്റെ പിതാവ് ഈ സംസാരം കേൾക്കുന്നുണ്ടാവും. ഒരുപക്ഷെ കേട്ടാൽ, അവൻ്റെ അനിയൻ കേട്ടാൽ, ഞാനിതൊരു സതുദ്ദേശം കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് പറയാം. എൻ്റെ വീടിൻ്റെ അടുത്ത് 17 വയസ്സുവരെ MSM-ന്റെ മീറ്റിങ്ങിൽ സലീം ഉണ്ടായിരുന്നു. അവൻ്റെ ഉമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. അവനെ പ്രസവിച്ച ഉടനെ അവൻ്റെ ഉമ്മ മരിച്ചു. 17 വയസ്സുവരെ MSM-ൽ ഉണ്ടായിരുന്ന സലീം 18-ാമത്തെ വയസ്സിൽ അവന് ലഹരി ഉപയോഗിക്കുക എന്നതൊരു സംഭവമാണ് എന്ന് ആരോ തോന്നിപ്പിച്ചു. ഇന്നത്തെ MDMA കാര്യമൊന്നുമല്ല. ആദ്യം അവൻ മദ്യത്തിലേക്കാണ് പോയത്. അപ്പം അങ്ങനെ കൂട്ടുകാരൊക്കെ സ്കൂളിൽ നിന്ന് ഞാൻ 1 പെഗ്ഗിടും, അപ്പോൾ പറയുന്ന ഞാൻ 2 പെഗ്ഗിടും, ഞാനങ്ങനെ സിഗരറ്റ് വലിക്കും. ഞാൻ ആ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുമിളകളായി അതിങ്ങനെ ഊതി പുറത്ത് വിടും. ഒക്കെ വലിയ സംഭവമാണ്. ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഭയങ്കര സംഭവമാണല്ലോ. കൂട്ടുകാരിങ്ങനെ ഉഷാറാക്കി പറയും. 17-ാമത്തെ വയസ്സ് കഴിഞ്ഞ് 18-ാമത്തെ വയസ്സിൽ ലഹരി ഉപയോഗിച്ചു. 21 വയസ്സായപ്പോൾ അവൻ വീട്ടിൽ നിന്നിറങ്ങി. 24 വയസ്സായപ്പോൾ അവനൊരു പെണ്ണിനെ കൂടെ കൂട്ടി. നാട്ടിലിങ്ങനെ തെങ്ങുംതോട്ടം, അതേപോലെ തന്നെ കവുങ്ങുംതോട്ടം, ഇവിടേക്ക് ഇങ്ങനെ അവിടെയുള്ള അടക്ക, അവിടെയുള്ള തേങ്ങൊക്കെ പെറുക്കി നടക്കുന്ന, നാട്ടിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അവനേക്കാൾ 15-20 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. അതിനിടക്കൊക്കെ പലപ്പോഴും ഞാൻ അവനെ കണ്ടുമുട്ടിയിരുന്നു, ചില കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിരുന്നു. അവന്റെ ജീവിതം അങ്ങനെ പതുക്കെ അവസാനിക്കാൻ. അവന്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വീടിന്റെ, ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ജോലിക്കാർ അതിരാവിലെ കാണുന്നത് സലീം മരണപ്പെട്ട് കിടക്കുന്നതാണ്. അവൻ മരണപ്പെട്ട് 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടുകാർ അറിയുന്നത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തി. ലഹരി അവൻ ഉപയോഗിച്ചത് കാരണത്താൽ അവന് മാതാപിതാക്കളോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, അവന്റെ കൂട്ടുകാരെ അവന് നഷ്ടപ്പെട്ടു, അവന് സ്വബോധം നഷ്ടപ്പെട്ടു, നല്ല ഒരു വൈവാഹിക ജീവിതം നഷ്ടപ്പെട്ടു. എന്നാൽ പിശാച് അവന്റെ മനസ്സിനോട് പറഞ്ഞു, ലയുസയ്യിനന്ന ലഹും അഅമാലുഹും, ആ പ്രവർത്തനങ്ങളെയൊക്കെ പിശാച് മനോഹരമാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. ഉഷാറടാ, ഈ വളരെ ഉഷാറ, എൻ്റെ പോലെ ആകേണ്ടത്. വള്ളം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ചാൽ ഇങ്ങനെ ആടിങ്ങനെ നടക്കണം. അവനൊരു സ്വപ്ന ലോകത്ത് ജീവിച്ചു. അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ലഹരി ഉപയോഗിക്കരുത് എന്നത് മതത്തിന്റെ നിയമമാണ്. സ്വർഗം കിട്ടാൻ വേണ്ടി മാത്രാണോ? അല്ല. ഈ ലോകത്ത് സമാധാനം വേണോ? ഈ ലോകത്ത് സന്തോഷം വേണോ? ഈ ലോകത്ത് നല്ല കുടുംബജീവിതം വേണോ? നമുക്ക് നല്ലവണ്ണം പഠിക്കണോ? നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണോ? ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന
ജീവിതം നഷ്ടപ്പെടുന്ന, പല്ലുകളൊക്കെ ഇങ്ങനെ നുരുമ്പി പോകുന്ന ലഹരികൾ നമ്മുടെ വലതും ഇടതും കടകളിൽ ഏജന്റുമാർ, അതിന്റെ കരിയർമാർ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 5000-ഉം 10000-ഉം തരാമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരൊറ്റ പ്രാവശ്യം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു. ഒരിക്കലും ഒരു MSM കാരൻ ലഹരിയിലേക്ക് പോകാൻ പാടില്ല. കാരണം ജീവിതം പോയി, ജീവിതം നഷ്ടപ്പെട്ടു, കുടുംബജീവിതം നഷ്ടപ്പെട്ടു, സാമൂഹിക ജീവിതം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫജ്തനിബൂഹു, നിങ്ങൾ അതിനെ ഒഴിവാക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാലേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുകയുള്ളൂ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വലിയ മക്കളാണ്. നിങ്ങൾക്ക് ഉപദേശങ്ങളോട് ഒരു തരം വെറുപ്പ് തോന്നും, ഉപദേശങ്ങളോട് ഒരു തരം നീരസം തോന്നും. പക്ഷേ നമ്മൾ ഉപദേശം സ്വീകരിക്കേണ്ടവരാണ് എന്ന ബോധ്യം നമുക്ക് വേണം. ശാസ്ത്രീയമായി, ബയോളജിക്കലായി നമ്മൾ ഉപദേശം സ്വീകരിക്കേണ്ടവരാ. നമ്മുടെ ഈ തലച്ചോറിന്റെ മുൻവശത്തിന് പറയുന്ന പേര് ആർക്കെങ്കിലും അറിയോ? തലച്ചോറിന്റെ മുൻവശം പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് പറയാ. തലച്ചോറിന്റെ മുൻവശത്തിന് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി, ഇപ്പൊ ചെയ്യേണ്ട, വീട്ടിൽ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്ത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതിന്റെ ധർമ്മം എന്താണ് എന്ന്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഈ തലച്ചോറിന്റെ മുൻവശം ഉറക്കുന്നത്, അതിന്റെ പൂർണ്ണ വളർച്ചയെത്തുന്നത് നമുക്ക് 25 വയസ്സാകുമ്പോഴാണ്. എത്ര വയസ്സാകുമ്പോഴാ? 25 വയസ്സാകുമ്പോൾ. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് 25 വയസ്സാകുമ്പോഴേ പൂർണ്ണ വളർച്ചയിൽ എത്തുള്ളൂ. അത് ഒരുപാട് ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്താണെന്നറിയോ? ശരിതെറ്റുകളെ, ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പൂർണ്ണമായി നമുക്ക് വ്യവച്ഛേദിച്ചറിയാൻ കഴിയുക 25 വയസ്സാകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ ഉപദേശം നമുക്കുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ അധ്യാപകരുടെ ഉപദേശം നമുക്കുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ മുതിർന്നവരുടെ ഉപദേശം നമുക്കുണ്ടാകും. കാരണം എന്താ? നമ്മൾ ഉപദേശിക്കപ്പെടേണ്ടവരാണ്. ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനം കഴിയില്ല. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എവിടെ നിന്നെങ്കിലും വാടകയ്ക്ക് ജീൻസും പാൻറ്റും എടുത്തു വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ നിന്നെ പോറ്റാം, ഞാൻ നിന്റെ കൂടെയുണ്ടാകും, വാട്സപ്പിൽ രാത്രി ഒരു മെസ്സേജ്, ഒരു കോള്, കിന്നാരം പറയുന്ന ചില സംസാരങ്ങൾ, നമ്മൾ വേറൊന്നും അന്വേഷിക്കൂല, നമ്മളൊരു പക്ഷെ അത് വിശ്വസിക്കും. എന്നാൽ നമ്മുടെ മുതിർന്ന ആളുകൾ എന്തൊക്കെ അന്വേഷിക്കുന്നറിയോ? ഇവന്റെ വീട് എവിടെയാണ്, ഇവന്റെ നാടേതാണ്, ഇവന്റെ കൂട്ടുകാരൊക്കെയാണ്, ഇവന്റെ ജീവിത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം അന്വേഷിച്ചുകൊണ്ടാണ് നല്ലൊരു ഭർത്താവിനെ നമ്മുടെ പിതാവ് നമുക്ക് കണ്ടെത്തി തരിക. അതിൽ നമ്മുടെ ഒരു ഇഷ്ടം കൂടി വേണം, അതുണ്ടാവും. പക്ഷെ ബാക്കിയുള്ളതൊക്കെ അവരുടെ ബുദ്ധി 25 വയസ്സ് കഴിഞ്ഞു, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ വളർച്ച പൂർണ്ണത പ്രാപിച്ചു. നമ്മൾ അവരുടെ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ 2 മക്കളെയും കൊണ്ട് ഈ വീട്ടിലേക്ക് തന്നെ ഇങ്ങനെ കയറി വരേണ്ടി വരും. എന്താ മോളെ വന്നത്? ഒന്നുമല്ലപ്പ, ഒന്നുമല്ല, അവന് ഇടക്ക് മദ്യപിക്കും, അവന്റെ കുടുംബം ശരിയല്ല, അവന്റെ ഉമ്മ ശരിയല്ല, അവന്റെ നടപടിക്രമങ്ങൾ ശരിയല്ല. ഇതാണ് മാതാപിതാക്കൾ ആദ്യം പറഞ്ഞു തന്നത്. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, നമുക്കത് ഇഷ്ടായില്ല. അപ്പോ നാം ഉപദേശം കേൾക്കേണ്ടവരാണ്. മതത്തിന്റെ ഉപദേശം മരണം വരെ നാം കേൾക്കേണ്ടവരാണ്. ഞാൻ സൂചിപ്പിച്ചത്, മതം പറയുന്ന കാര്യങ്ങൾ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കാൻ മാത്രമല്ല, ഈ ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളത് കൂടിയാണ്. ഞാൻ പെൺകുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. അപ്പൊ നമ്മുടെ മക്കളോട് ചോദിക്കുകയാണ്, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ മൈക്ക് കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ചില ചാനലുകാരുണ്ട്, അവരുടെ മുഖം കാണൂല. അല്ലെങ്കിൽ നമ്മുടെ ചില ചാനലുകൾ, അതിൽ വരുന്ന ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് ഒക്കെ വരുന്ന ചില കോളേജുകളുടെ ചർച്ചകളുടെ ഭാഗമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ, എന്താണ് വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ കൺസെപ്റ്റ്, എന്താണ് വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില മക്കളൊക്കെ പറയും, അതൊരു തരം അടിമത്വമല്ലേ, അതൊക്കെ വളരെ മോശമാണ്, അതൊക്കെ പഴഞ്ചൻ സംസ്കാരമാണ്, അതൊക്കെ നമ്മുടെ വല്യപ്പാരും വല്യന്മാരും കൊണ്ടുവന്ന ഒന്നാണ്. എന്നാൽ ലിവിങ് ടുഗദറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് വളരെ ഉഷാറാണ്. കാരണം എന്താ? ഒരാണും ഒരു പെണ്ണും എവിടെ നിന്നോ കണ്ടുമുട്ടുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് നടത്തുന്നു, അവർ ഒന്നാകുകയല്ലേ എന്ന് പറയുന്നു. ഒന്നാകുമ്പോൾ തന്നെ പിരിയാനുള്ള ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഒന്നാകുന്നത്. അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ. ഒന്നാകാം, പിരിയാം. നമുക്ക് ലിവിങ് ടുഗദറിനെ എങ്ങനെ പൊലിപ്പിച്ച് കാണിക്കും.
വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം അടിമത്വം, അങ്ങനെയും പറയും. എന്നിട്ട് ഇങ്ങനെയുള്ള ആശയങ്ങളെ നമ്മുടെ തലയിലേക്ക് കുത്തിക്കയറ്റും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ എത്ര ബന്ധങ്ങൾ. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ കണ്ടെത്തുന്നു, വേറൊന്നും അന്വേഷിക്കണില്ല. അവന്റെ സൗന്ദര്യമോ അവന്റെ സംസാരമോ അവന്റെ ഒരു ചാറ്റിങ്ങോ അവന്റെ ഒരു മെസ്സേജൊക്കെ വെച്ച് ഒന്നാകൺ. ഒരു 6 മാസം ഒന്നിച്ച് ജീവിച്ചു, 1 വർഷം ഒന്നിച്ച് ജീവിച്ചു. സ്വാഭാവികമായി പെൺകുട്ടിയാണ് ഗർഭിണിയാകുക. പെൺകുട്ടി ഗർഭിണിയായി കഴിയുമ്പോൾ അവന് പ്രത്യേകിച്ചൊരു വ്യവസ്ഥയൊന്നുമില്ല, മഹറില്ല, ആളുകളില്ല, സാക്ഷിയില്ല. എവിടെയെങ്കിലും പോയി 18, 21 കഴിഞ്ഞു എന്നുള്ള നിലക്ക് ആട് ഒന്നായതാണ്. അപ്പോൾ അവനൊരു തരം മടുപ്പ്. അപ്പം ഇവൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് പറയാണ്, നമുക്ക് പിരിഞ്ഞാലോ? ഈ പെൺകുട്ടി കരയാൻ പാടില്ല, കരഞ്ഞാൽ പെണ്ണാവും. പെണ്ണാകാൻ പറ്റൂലല്ലോ. ഇപ്പൊ കുട്ടികൾ അങ്ങനെയാണ്. ഇപ്പൊ പെണ്ണാകാൻ പാടില്ല. ആൺകുട്ടി പാൻറ് ഇട്ടാ പെൺകുട്ടിയും പാൻറ് ഇടാൻ, ആൺകുട്ടി തെങ്ങമ്മ കയറിയ പെൺകുട്ടിയും പാൻറ്. ആണാകാനാണ് പെൺകുട്ടികൾ ശ്രമിക്കുന്നത്. പെൺകുട്ടികൾക്ക് അതിനേക്കാൾ ഉന്നതമായ ഒരുപാട് അവസ്ഥയിലേക്ക് എത്താം. അപ്പൊ ഇവൻ പറയാണ് പിരിയാം. അപ്പൊ അവൾ സമ്മതിച്ചു, പിരിഞ്ഞു. പിരിയുമ്പം അവൾ ഗർഭിണിയാണ്. ആരാണ് ഗർഭം ധരിക്കേണ്ടത്? ഈ പെൺകുട്ടിയാണ്. ആരാണ് ഗർഭസമയത്തെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത്? ഈ പെൺകുട്ടിയാണ്. ആരാണ് ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കേണ്ടത്? ഈ പെൺകുട്ടിയാണ്. ആരാണ് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത്? അതും ഈ പെൺകുട്ടിയാണ്. ആരാണ് വിധവയാകേണ്ടത്? അതും ഈ പെൺകുട്ടിയാണ്. ആരാണ് അനാഥയാകേണ്ടത്? അത് ഈ കുട്ടിയാണ്. പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന ഒന്നിനെ പുരോഗമനമായി അവതരിപ്പിക്കുകയും, എന്നാൽ ഇസ്ലാം പറഞ്ഞു എവിടെ നിന്നെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച്, കോളേജിൽ വെച്ച്, ഒരു റൂമിൽ വെച്ച്, ഒരു ഒരു കുൾബാറിൽ വെച്ചുകൊണ്ട് ഒന്നാകുന്ന ഒന്നല്ല ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ. ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്ന മഹർ ആണ് കൊടുക്കണം. അപ്പൊ അത് പെണ്ണിന് നിലയും വിലയും കൂടല്ലേ ചെയ്യണേ? ഒരു പെണ്ണ് പറയണ എനിക്കൊരു 25 പവൻ മഹർ വേണം, അല്ലെങ്കിൽ ഒരു 2 ഏക്കർ സ്ഥലം വേണം, അല്ലെങ്കിൽ ഇന്ന ഒരു വാഹനം വേണം. ഇതൊക്കെ ഒരു പെണ്ണിന് ചോദിക്കുക, എത്രയും ചോദിക്കുക. അപ്പൊ ഇസ്ലാം പറഞ്ഞു ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ പെൺകുട്ടി ചോദിക്കുന്ന മഹർ കൊടുക്കണം, അവളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് കൊടുക്കണം. പെൺകുട്ടിയുടെ പിതാവുമായിട്ടാണ് നിക്കാഹിന്റെ കരാറ്. അതിന് സാക്ഷികൾ വേണം, അതിന് ആളുകളെ അറിയിക്കണം, അവളെ മാന്യമായി നോക്കണം, അവൾക്ക് വസ്ത്രം നൽകണം, ഭക്ഷണം നൽകണം, സംരക്ഷണം നൽകണം, ജീവിതം നൽകണം. ഇതൊക്കെ പഴഞ്ചനാണ് എന്നും, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരുടെ സംസ്കാരമാണ് എന്നും, എന്നാൽ പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന ലിവിങ് ടുഗദർ പുരോഗമനമാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട MGM സ്റ്റുഡൻസ് വിങ്ങിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇസ്ലാം എന്നത് നമുക്ക് സംരക്ഷണം നൽകുന്ന മതമാണ് എന്നത് നമ്മൾ അംഗീകരിക്കണം. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ആ ഇസ്ലാമിന്റെ നന്മകളെ നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രാവിലെയും വൈകുന്നേരവുമുള്ള ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗമാണ്. ദാക തഅമുൽ ഈമാൻ, അയാൾ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചവനാണ്. അൻ യുർളിയഹു യൗമൽ ഖിയാമ, അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഇഷ്ടപ്പെടും. ഏതാണ് ആ പ്രാർത്ഥന എന്നറിയോ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. അതാണ് ആ പ്രാർത്ഥന. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണത്. നിങ്ങളിങ്ങനെ ഇരുന്നാ പോരാ. ഏതാണ് പ്രാർത്ഥന? റളീതു ബില്ലാഹി റബ്ബൻ. പ്രാർത്ഥിക്കേ, റളീതു ബില്ലാഹി റബ്ബ. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ വിശുദ്ധ ഇസ്ലാം എന്ന മതത്തെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ പ്രവാചകനായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മുടെ റബ്ബ്, നമ്മുടെ ദീൻ ഇസ്ലാം, നമ്മുടെ പ്രവാചകൻ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാം എന്ന മതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, മുഹമ്മദ് നബിയുടെ കൽപ്പനകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ, വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ, നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നുള്ളത് മാത്രമല്ല, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് സമാധാനമുണ്ടാകും, നമുക്ക് ഈ ലോകത്ത് സംതൃപ്തി ഉണ്ടാകും, നമുക്ക് ഈ ലോകത്ത് സന്തോഷമുണ്ടാകും. അതിനപ്പുറം നമ്മൾ നടന്നു നീങ്ങിയാലോ അസമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
നികത്താനാകാത്ത നഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഖുർആനിലൊരു ആയത്ത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും. ഏ വിശ്വാസികളെ, അള്ളാഹുവും പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ മുരടിപ്പിക്കുന്ന ഒരു സന്ദേശത്തിലേക്കല്ല, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങൾക്ക് ജീവിതം നൽകുന്ന ഒരു സന്ദേശത്തിലേക്കാണ് എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിലെ ഓരോ കൽപ്പനകളും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മക്കളൊക്കെ എങ്ങനെ ചിരിക്കണം, എങ്ങനെ നടക്കണം, ഏത് ഡയലോഗ് അടിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഫോട്ടോക്ക് പോസ് ചെയ്യണം, എങ്ങനെ റീൽസ് അഭിനയിക്കണം എന്നതൊക്കെ ആരെ മാതൃകയാക്കുന്നത്? സിനിമാ നടന്മാരെയും സിനിമാ നടിമാരെയുമാണ്. ഇവിടെ ഒരു പ്രഭാഷകൻ സൂചിപ്പിച്ചല്ലോ, ഈ സ്കൂളിലൊക്കെ ഞങ്ങൾക്കറിയാം 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും തമ്മിൽ അടി, +1ഉം +2ഉം തമ്മിൽ അടി. ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ അടി കൂടുതലായത്. അതുപോലെ തന്നെയാണ് സിനിമകളെ അനുകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ 2024 സിനിമാ ലോകത്ത് നിന്ന് വരുന്ന ചിത്രങ്ങൾ എന്താ? സ്ത്രീകൾ പറയാ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഞങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ശരീരം ഞങ്ങൾ നൽകണം എന്ന് ആരാ പറയുന്നത്? സാധാരണക്കാരല്ല, അടുക്കളയിൽ ഇരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളല്ല, അറിയപ്പെടുന്ന പണമുള്ള, പ്രൗഢിയുള്ള, അഭിമാനമുണ്ട് എന്ന് വിചാരിച്ചിരുന്ന സ്ത്രീകളെ പറയാ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല. എന്താ കാരണം? എന്നെ ഒരു റൂമിലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചു. ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫ്ലാറ്റിൽ നിന്ന് വിളിക്കാൻ, ഞാൻ ഇന്ന ഫ്ലാറ്റ് നമ്പർ 21 ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അവിടെ ഒരു നിയമമുണ്ട്. നമ്മുടെ മതത്തിന്റെ പ്രത്യേകത എന്താ? നമുക്കൊരു നിയമമുണ്ട് എന്നതാണ്. നമുക്കെല്ലാത്തിനും നിയമമുണ്ട്. 3 ആളുകൾ കൂടി നിൽക്കുമ്പോൾ 2 ആളുകൾ സ്വകാര്യം പറയരുത് എന്നതുവരെ നമ്മുടെ നിയമമാണ്. ബാത്റൂമിൽ എങ്ങനെ പ്രവേശിക്കണം, എങ്ങനെ പുറത്തിറങ്ങണം, നിയമമാണ്. ഇതിനൊക്കെ നിയമ. അപ്പൊ ഇസ്ലാമിന്റെ നിയമം, ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റപ്പെടാൻ പാടില്ല, നമുക്ക് നിയമമാണ്, നമ്മുടെ നിയമമാണ്. അങ്ങനെ ഒറ്റപ്പെട്ടാൽ 3ാമതായി പിശാച് കടന്നു വരും. ആലോചിച്ചു നോക്ക്, എന്ത് നല്ല നിയമ. അതുകൊണ്ട് ആ പഴയ ഒരു സിനിമാ നടി പറഞ്ഞത്, ഏതെങ്കിലുമൊക്കെ ഒരു സിനിമാ നടി ഒരു ഫ്ലാറ്റിലേക്ക് വിളിക്കുമ്പോൾ ഒന്നുകിൽ അച്ഛനെ, അല്ലെങ്കിൽ സഹോദരനെ, അല്ലെങ്കിൽ മകനെ, ആരെങ്കിലും കൊണ്ട് കൂട്ടിയല്ല അങ്ങോട്ട് പോകേണ്ടത്. 1400 കൊല്ലം മുമ്പ് ഇസ്ലാം പറഞ്ഞു, എന്ത്? ഒരാണും ഒരു പെണ്ണും ഒറ്റപ്പെടാൻ പാടില്ല. റൂമിൽ മാത്രമല്ല, വാട്സപ്പിൽ ഒറ്റപ്പെടരുത്, ചാറ്റിങ്ങിൽ ഒറ്റപ്പെടരുത്. ആദ്യം അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം എന്നൊക്കെ പറയും, പക്ഷെ 3-4 ദിവസം കഴിഞ്ഞാൽ മെസ്സേജിന്റെ സ്വഭാവം മാറും. ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിക വേഷം. ഞാൻ എൻ്റെ പിന്നിലുള്ള ചെറിയ മക്കളാണെങ്കിൽ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലയിലൊക്കെ അഭിമാനം ഉണ്ടാവും, എന്നാലും ഞാൻ ചോദിക്കാം, ഇസ്ലാമിക വേഷം ടൂർ പോകുമ്പോൾ, സ്കൂളിൽ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ, സ്കൂളിൽ ഇതുപോലെ സ്റ്റേജിൽ പ്രോഗ്രാമിന്റെ ആങ്കറായി നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ഇതര മതസ്ഥരായ സുഹൃത്തുക്കൾക്കിടയിൽ ഈ നിങ്ങൾ ഇപ്പോൾ ധരിച്ച ഇസ്ലാമിക വേഷം എല്ലാ സന്ദർഭങ്ങളിലും ധരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് എത്ര കുട്ടികൾക്ക് പറയാൻ കഴിയും? നിങ്ങളൊന്ന് കൈയുയർത്തിക്കാണി, അഭിമാനമുള്ളവർ. എനിക്കെന്റെ വേഷത്തിൽ അഭിമാനമുണ്ട്, അഭിമാനമുണ്ട്. താഴ്ത്തിയിട്ടോളേ. എന്തിനാ നിങ്ങൾക്ക് അഭിമാനം ഇല്ലാത്ത പ്രശ്നം? നിങ്ങൾക്കറിയോ, കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ, ഈ കേരളത്തിൽ 43 വർഷം നടന്ന ഒരു കലാപമുണ്ട്. 43 വർഷം, അതായത് ഏകദേശം 1822 മുതൽ 1865 വരെ 43 വർഷം കേരളത്തിൽ നടന്നൊരു കലാപത്തിന്റെ പേരാണ് ചാനാർ ലഹള. ചാനാർ ലഹള, മേൽശീല സമരം. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടോ? ചാനാർ ലഹള എന്ന് പഠിച്ച ആളുകളൊക്കെ ഒന്ന് കൈയുയർത്തിക്കാണേ. അവിടെ ബാക്കിൽ ഒരാൾ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് നടന്നതെന്നറിയോ? ചാനാർ വിഭാഗത്തിൽപ്പെട്ട, നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ശരീരം മറക്കാൻ, ശരീരത്തിൽ ഒരു ശീലയിടാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലം കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഈ സ്ത്രീകളൊക്കെ ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടു. എന്തിനെന്നറിയോ? ക്രൈസ്തവ മതത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, ബൈബിൾ പഠിപ്പിച്ചത് കൊണ്ടല്ല. അവർക്ക് ഈ ക്രിസ്തു മതത്തിലേക്ക് പോയാലേ ഇതിൽ നിന്ന് മാറി എന്ന് പറയാൻ കഴിയുള്ളൂ. അവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളൊക്കെ വസ്ത്രം ധരിക്കും. അവരൊക്കെ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. വസ്ത്രം ധരിച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ, വസ്ത്രം ധരിച്ച് ചർച്ചുകളിലേക്ക് പോയപ്പോ പല ചർച്ചുകളും ചുട്ടരിക്കപ്പെട്ടു. പല സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ ഇവർ വലിച്ചു കീറപ്പെട്ടു. അങ്ങനെ ചാനാർ വിഭാഗത്തിൽപ്പെട്ട, നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ 43 വർഷം കലാപം നടത്തിയിട്ടാണ് ശരീരത്തിലൊരു ശീലയിടാൻ 1863 ഒരു രാജവിളംബരം വന്നതിന് ശേഷമാണ് സ്ത്രീക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത്. അവിടെയാണ് മക്കളെ നമ്മുടെ ദീൻ,
നമ്മുടെ പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു എന്ത്? നിങ്ങൾ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന. സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ, പെൺമക്കളോട്, താങ്കളുടെ ഭാര്യമാരോട് പ്രവാചകരെ താങ്കൾ പറയണം, അവരുടെ തലയിൽ ധരിച്ച വസ്ത്രം മാറിടത്തിലൂടെ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. 1400 കൊല്ലം മുൻപ് വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ ഒരു മതത്തിൽ ഇസ്ലാമിക വേഷം ധരിക്കുന്നതിൽ എന്തിനാ നമുക്ക് അപമാനം? എന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ അടുക്കളയിൽ കൂറ വരാതിരിക്കാൻ വേണ്ടി വരക്കുന്ന കൂറച്ചോക്ക നിങ്ങൾ എത്ര ആളുകൾ കണ്ടിട്ടുണ്ട്? കൂറച്ചോക്ക കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചോക്കുണ്ട്, കൂറ അല്ലെങ്കിൽ എട്ടുകാലി. ഇതൊക്കെ വരാതിരിക്കാൻ ഇങ്ങനെ ഒരു ചെറിയ വിഷമുള്ള ഒരു വരങ്ങനെ വരക്കും. ആ കൂറച്ചോക്കയുടെ പരസ്യത്തിൽ വരെ പെണ്ണാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ പെണ്ണിന്റെ ചിത്ര. വാട്ടർ ടാങ്കിന്റെ പരസ്യത്തിൽ, കിണറിലേക്ക് ഇറക്കി വെക്കുന്ന മോട്ടറിന്റെ പരസ്യത്തിലൊക്കെ പെണ്ണ. ഒരു ടെക്സ്റ്റൈൽസിലേക്ക്, ഒരു ജ്വല്ലറിയിലേക്ക്, വലിയ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അർദ്ധനഗ്നയായ സ്ത്രീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ഒരിക്കലും സ്ത്രീകൾ വിചാരിക്കരുത്, ഞങ്ങളൊരു പുരോഗമനം, ഞങ്ങളുടെ ഒരു സ്വീകാര്യത, ഞങ്ങളുടെ ഒരു നിലയും വിലയും എന്ന് വിചാരിക്കരുത്. ഇവിടെയുള്ള കമ്പോള വ്യവസ്ഥ, ഇവിടെയുള്ള മുതലാളിത്ത വ്യവസ്ഥ പെണ്ണിന്റെ ശരീരത്തെ ചൂഷണം ചെയ്യുന്നവരാണ്, പെണ്ണിന്റെ ശരീരത്തെ മാർക്കറ്റ് ചെയ്യുന്നവരാണ്. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത്, ഒരാണിന് സംസ്കാരം കൊണ്ട്, സ്വഭാവം കൊണ്ട്, നിലയും വിലയും കൊണ്ട് സമൂഹത്തിൽ അംഗീകാരമുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ശരീരം കൊണ്ടല്ല അംഗീകാരം ഉണ്ടാകേണ്ടത്. പെണ്ണിനും അംഗീകാരം ഉണ്ടാകേണ്ടത് അവളുടെ സ്വഭാവം കൊണ്ടാണ്, അവളുടെ നിലയും വിലയും കൊണ്ടാണ്, അവളുടെ സംശുദ്ധമായ ജീവിതം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, മാന്യമായ വസ്ത്രം പെണ്ണിന് ധരിക്കാം. നമുക്ക് അഭിമാനം ഉണ്ടാകണം. നമ്മളോട് ഏതെങ്കിലും ഒരു ചാനലുകാരൻ വന്ന് ചോദിക്കാൻ, ഈ വേഷമൊക്കെ ധരിച്ചിട്ട് നിങ്ങൾക്ക് ചൂടും പുക എടുക്കണില്ലേ? അപ്പൊ അവരോട് തിരിച്ചു ചോദിക്കണം, ഞങ്ങൾ 1821 മുതൽ 1863 വരെ നടന്ന സ്ത്രീക്ക് ശരീരം മറക്കാൻ വേണ്ടി നടന്ന കലാപം നടന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഇതൊക്കെ ചാനാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ വസ്ത്രം അഴിച്ചതുപോലെയാണോ ഞങ്ങൾ അടിച്ച് ധരിക്കേണ്ടത്, അടിച്ച് നടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ചാനലുകാരൻ അവിടുന്ന് പോകും. അതല്ലാതെ അങ്ങനെയൊന്നുമില്ല, എന്നാ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയല്ല. ഇസ്ലാം എന്നതിൽ നമുക്ക് അഭിമാനം വേണം. കാരണം ഇസ്ലാം എന്ന മതം നമുക്ക് ജീവൻ നൽകുന്ന, ജീവിതം നൽകുന്ന മതമാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇത്ര പ്രതിഫലം ഉണ്ടായത്. റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാം എന്ന മതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, അള്ളാഹുവിന്റെ പ്രവാചകനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടൽ വാക്കിൽ മാത്രമല്ല, നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്ക് വേണം. നമ്മുടെ കൂട്ടുകാർക്കിടയിൽ വെച്ച് 10 സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, +1 പഠിക്കുന്നത്, ബാങ്ക് കൊടുത്തു, നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയതാ, ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയതാ, നിങ്ങളുടെ കൂട്ടുകാരിൽ ഇതര മതസ്ഥരുണ്ട്, എല്ലാവരോടും നമുക്ക് സൗഹൃദമാകാം. എന്നാൽ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞാണ് പോകേണ്ടത്, ബാങ്ക് കൊടുത്തു, എനിക്ക് നിസ്കരിക്കണം. കാരണം നമസ്കാരം നമുക്ക് അഭിമാനം ഉണ്ടാകണം, നമ്മുടെ വേഷം നമുക്ക് അഭിമാനമുണ്ടാകണം. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക, അതെന്റെ ദീനിന്റെ കൽപ്പനയാണ്. നമുക്ക് അഭിമാനമുണ്ടാകണം. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ മരണപ്പെട്ട മയ്യത്തിന് 3 മാസത്തോളം റൂഹ് തിരിച്ചു വരുമെന്ന വിശ്വാസത്തിൽ സൂക്ഷിച്ചു വെച്ച മുജാഹിദുകളെ അല്ലാത്ത മുസ്ലിങ്ങളുടെ വിശ്വാസമുള്ള ഒരു വിശ്വാസ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് ഞാനൊരു മുജാഹിദാണ്, ഞാനൊരു MSMകാരനാണ്. പഠനം, ചിന്ത, സമർപ്പണം എന്ന മുദ്രാവാക്യമാണ് എൻ്റേത്. ഞാൻ ചലിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊരു അംഗമാണ്. ഞാൻ ഹയർ സെക്കൻഡറി സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയാണ്. അഭിമാനത്തോടുകൂടി മക്കളെ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മെ കാത്തു നിൽക്കുന്നത് സ്വർഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.